വന്നേക്കുന്നത് വിൻറ്റേജ് കാറുകളുടെ റാലി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ റാലി ആരംഭിക്കും. വിൻറ്റേജ് കാറുകളുടെ മാത്രം ശേഖരം അയർലൻഡിലുള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാ മാസവും സെക്കൻഡ് സൺഡേ റാലി നടത്തുന്നുണ്ട്. ആ റാലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. അപ്പം റാലി ഉടൻ തന്നെ ആരംഭിക്കും. നിങ്ങളെ റാലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വാഹന ലോകത്തെ ഭീമന്മാർ മാത്രം അണിനിരക്കുന്ന ഈ റാലി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഗോൾവേയിലുള്ള ക്രിസ്റ്റൽ എന്ന സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് അതിഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് സംഘാടക സമിതിയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് സംഘാടക സമിതിയിലെ ആളുകൾ ID കാർഡൊക്കെ ഇട്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കും. കാർ ഡ്രൈവർമാർക്ക് പ്രത്യേക യൂണിഫോം ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല പല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ കാറുകൾ വരുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ കാറുകളെല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇങ്ങനെ കാറുകളെല്ലാം വന്ന് അണിനിരുന്ന ശേഷം എല്ലാ കാറുകളുമായി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായ ശേഷമാണ് ഈ റാലി ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഫീഷ്യലായിട്ട് രജിസ്ട്രേഷൻ അല്ല. അവരെല്ലാം പരസ്പരം അവർ നാളുകളായിട്ട് ഈ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അറിയാം. സംഘാടക സമിതിക്കും എല്ലാം ഓരോരുത്തരെയും അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള വേറെ ഒഫീഷ്യലായിട്ട് ചടങ്ങുകളൊന്നുമില്ല. അവർ വരുന്നു, വണ്ടികൾ അവിടെ നിരത്തിയിടുന്നു, പരസ്പരം സംസാരിക്കും, സംഘാടകരോട് ഞാൻ എത്തിയെന്ന് പറയുന്നു. അങ്ങനെ പരിപാടി ആരംഭിക്കുന്നു. ഓരോ വണ്ടിയെക്കുറിച്ച് അങ്ങനെ അറിയാത്തവർ പരസ്പരം വിശദീകരിച്ച് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് കാറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം ഞാൻ കാണാൻ പോകുന്ന കാറെന്ന് പറഞ്ഞാൽ ലാൻസിയ ബെറ്റ മോണ്ടെ കാർലോ എന്ന കാറാണ്. ഈ കാറ് അത് ഗംഭീര നീളമാണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഡിക്കി കാണാനായിട്ടും ബോണറ്റ് കാണാനായിട്ടും നല്ല ഭംഗിയാണ്. അത് തൊട്ടപ്പുറത്ത് തന്നെ ലാൻസിയയുടെ ഡെൽറ്റ HF എന്ന വാഹനം കിടപ്പുണ്ട്. ഇത് വേൾഡ് കാർ റാലിയിൽ ചാമ്പ്യനായ കാറാണ്. 1990 വേൾഡ് കാർ റാലി ചാമ്പ്യനായ കാറാണ്. തൊട്ടപ്പുറത്ത് തന്നെ ജാഗ്വാർ XK8 എന്ന വാഹനം കിടപ്പുണ്ട്. ഇത് വായുവിനെ തുളച്ച് കയറുന്ന രീതിയിലാണ്, എയറോ ഡൈനാമിക് രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അത് ജോഗർ Fൻ്റെ കാറാണ്. അടുത്തത് പോർഷയുടെ GT4 എന്ന സ്പോർട്സ് കാറാണ്. പോർഷയുടെ GT4 എന്ന കാറാണ്. ഇതിന് ഇൻറ്റീരിയറൊക്കെ നല്ല സൂപ്പറായിട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാർ ആയതുകൊണ്ടാണ് അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് പോർഷയുടെ തന്നെ 911 എന്ന പഴയ മോഡൽ ഒരു കാറാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് ടൊയോട്ടയുടെ സെൽസിയർ എന്ന കാറാണ്. ഇത് നല്ല വലിപ്പമുള്ള കാറാണ്. അത് നല്ല നീളമുണ്ട് കേട്ടോ. അത് തൊട്ടപ്പുറത്ത് തന്നെ വോക്സ് വാഗൻ്റെ ജെറ്റ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ജെറ്റ പോലൊന്നുമല്ല കേട്ടോ. ഇവിടെ കാറുകളെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ട്. അടുത്ത് തന്നെ ഷെവർലെറ്റിൻ്റെ കാമറോ എന്ന കാറാണ്. ഒരു നല്ല യമണ്ടൻ ഒരു കാറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതിഗംഭീരമായ ഇൻറ്റീരിയറും അതിൻ്റെ ഗിയറെല്ലാം തന്നെ സ്റ്റിയറിങ്ങിലൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ തൊട്ടടുത്ത് വരുന്ന അപ്പോൾ അതിനിടയ്ക്ക് തന്നെ BMW E30 എന്ന 92 മോഡൽ ഒരു കാറ് അങ്ങോട്ടേക്ക് കടന്നു ഒരു ചേച്ചിയാണ് അത് ഓടിക്കുന്നത്. അടുത്ത് നമുക്ക് അതിഗംഭീരമായ മറ്റൊരു കാറ് കാണാനായിട്ട് പോകും. ഫോർഡിൻ്റെ മസ്താങ്. ഇത് കണ്ടാൽ തന്നെ ഭീകര രൂപമാണിത്. ഇത് കണ്ടാൽ തന്നെ ഒരു ഭീകര രൂപമാണ്. നിലത്തോട് ഒട്ടിക്കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. അടുത്തത് ഡ്രിംഫ് 7R7 എന്ന കാറാണ്. ഈ ബോണറ്റ് പൊക്കി വെച്ച് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് സംസാരിച്ച് പരിചയപ്പെടുകയാണ്. അടുത്ത ഫോർഡിൻ്റെ എസ്കോട്ടാണ് ഈ കിടക്കുന്നത്. ഫോർഡിൻ്റെ എസ്കോട്ട് കിടപ്പുണ്ട്. കുഞ്ഞൻ കാറാണ് ഈ കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാണാനായിട്ട് ക്യൂട്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ പോർഷയുടെ 911 എന്ന കാറാണ് കിടക്കുന്നത്. പോർഷയുടെ 911. അതിന് തൊട്ടപ്പുറത്ത് തന്നെ BMWൻ്റെ M4 എന്ന കാർ കിടപ്പുണ്ട്. BMWൻ്റെ M4 ഇത് 2014 മോഡലാണ്. അടുത്തത് ഫോർഡിൻ്റെ ഒറിയോൺ എന്ന കാറാണ് കിടക്കുന്നത്. അടുത്തത് അത് തൊട്ടപ്പുറത്തായിട്ട് ഓഡിയുടെ S2 കൂപ്പേ മോഡൽ വാഹനം ആണ് ഈ കിടക്കുന്നത്. S2 കൂപ്പേ മോഡലാണ്. ഇതിൻ്റെ കണ്ടോ ഹെഡ്ലൈറ്റൊക്കെ വാഷ് ചെയ്യുന്ന രീതിയിലാണ്. അടുത്ത് ആൽഫ റോമിയോ 156 എന്ന വാഹനമാണിത്. നല്ല ഗംഭീര സൂപ്പർ ലുക്ക് വാഹനമാണിത്. അടുത്ത BMW E34 M5 എന്ന വാഹനമാണ് കിടക്കുന്നത്. അടുത്ത സുബറോ ഇംപ്രസ എന്ന വാഹനമാണ്. സുബറോ ഇംപ്രസ. അതിനുശേഷം BMW ആൽഫിന D3 എന്ന വാഹനമാണ് കിടക്കുന്നത്. BMW 3 സീരീസ് വാഹനമുണ്ട്. അടുത്തത് നിസാൻ്റെ പ്രിമേറ എന്ന വാഹനമാണ് ഈ കിടക്കുന്നത്.
തിളങ്ങുന്ന വാഹനം. അടുത്ത് BMW E46, ഫോർഡിൻ്റെ ഫോക്കസ് കിടക്കുന്നുണ്ട്. ഫോർഡിൻ്റെ ഫോക്കസ് തേർഡ് ജനറേഷൻ വാഹനമാണ്, ഫോർഡിൻ്റെ ഫോക്കസ് RX. അടുത്ത് വോക്സ് വാഗൻ ഗോൾഫ് GTI ആണ് ഈ കിടക്കുന്നത്. ഗോൾഫൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയേ ഉള്ളൂ. അടുത്തത് BMW 3 സീരീസ് വാഹനമാണ് ഈ കിടക്കുന്നത്. അടുത്ത് ടയോട്ടയുടെ 3 സീരീസ് വാഹനം, ഇത് വിൽക്കാനിട്ടും കൂടി ഇട്ടേക്കുന്നത് കേട്ടോ. X30 X40 സീരീസിലുള്ളതാണ്. അടുത്ത ടയോട്ടയുടെ Mark II എന്ന വാഹനമാണ് കിടക്കുന്നത്. അപ്പം ഇത് കേട്ടോ, ഇതിന് നീളം കണ്ടോ, ഈ നീളമാണ് നമുക്ക് കാണേണ്ടത്. അത് കിഡിലാണ്. ഫോർഡ് എസ്കോർട്ട് MK2. അത് നോക്ക്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കാണാനൊക്കെ അത്ര ലുക്കാണ്. അടുത്ത MGB എസ്കോർട്ട് MK2. കണ്ടത് MGBയുടെ എന്തൊരു കുഞ്ഞൻ കാറാണ്, അത്ര സൂപ്പറാണ്. അടുത്ത ബെൻസ് SL എന്ന വാഹനമാണ് കാണാൻ പോകുന്നത്. അതായത് R129 എന്ന സീരീസുള്ള വാഹനമാണ്. അടുത്ത ടയോട്ടയുടെ സൂപ്രബാണ്. ടയോട്ടയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൽഫ റോമിയോ 33 എന്ന വാഹനമാണ്. അടുത്ത ടയോട്ടയുടെ MR2 എന്ന വാഹനമാണ് ഈ കിടക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. തൊട്ടപ്പുറത്ത് തന്നെ മസ്ഡയുടെ MX5 എന്ന വാഹനം കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഹാർവെസ്റ്ററിൻ്റെ R സീരീസ് ട്രക്ക് 55 മോഡൽ. ഇതാണ് ഈ റാലിയിലെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത്. ഫുള്ള് ബോഡി നിർമ്മിച്ചിരിക്കുന്ന ഉരുക്കിലാണ്. 55 മോഡൽ വാഹനമാണ്. അടുത്ത പോർഷയുടെ കരേര GT എന്ന വാഹനമാണ് നമ്മളീ കാണുന്നത്. പോർഷയുടെ കരേര GT. തൊട്ടപ്പുറത്ത് തന്നെ വോക്സ് വാഗൺ ഗോൾഫിൻ്റെ GT എന്ന വാഹനം കിടക്കും. കരേര GT കാണാനെന്ന് പറഞ്ഞാൽ സൂപ്പർ, അത്ര ഗംഭീരമാട്ടോ. അതിൻ്റെ ബാക്ക് നിർമ്മിതി എന്നൊക്കെ പറഞ്ഞാൽ ഡബിൾ സീറ്റ്, 2 സീറ്റുള്ള വാഹനമാണ്. എൻ്റെ ബാക്കിൽ നിർമ്മിതി എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഗംഭീരം സുന്ദരം, ആരാണേലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന സൈസാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അപ്പം അടുത്തത് വോക്സ് വാഗൻ്റെ GTI എന്ന വാഹനമാണ്. അടുത്തത് നിസാൻ GTR ആണ്. ഇത് നിസാൻ GTR എന്ന് പറയുന്ന വാഹനമാണ്. ഇത് MGT എന്ന് പറയുന്നതാണ്. MGT എന്ന് പറയുന്നത് ഇത് മോർഗൻ +4 ക്ലാസിക് ബ്രിട്ടീഷ് സ്പോർട്സ് കാറാണ്. മോർഗൻ +4 ഇതാണ് ബ്രിട്ടീഷ് സ്പോർട്സ് കാറാണ്. ഇത് ബാക്കിയെല്ലാ ഭാഗവും ഇത് മൂടിയിട്ടിരിക്കുകയാണ്. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ളത് കാണാൻ കഴിയുന്നില്ല. അടുത്തത് സൺബീം സ്റ്റൈലിറ്റോ എന്ന് പറയുന്ന വാഹനത്തിലെ അങ്ങോട്ടാണ് നമ്മൾ നേരെ നടന്നു പോകുന്നത്. സൺബീം സ്റ്റൈലിറ്റോ, അത് നീല കുഞ്ഞൻ കാറാണ്. 2 വശവും ഒരുമാതിരി കാട്ടുപോത്തിൻ്റെ കൊമ്പ് പൊങ്ങിയിരിക്കുന്ന പോലെ മിററൊക്കെ വെച്ചിട്ട്. അടുത്ത മസ്ഡ MX5 ആണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിസ്തുബിഷിയുടെ പജേറോ, നമ്മുടെ നാട്ടിലെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ വണ്ടിയല്ല, ഇവിടുത്തെ വണ്ടി തന്നെയാണ്. അതിനിടയ്ക്ക് ഇതാണ്ട് നമുക്കൊരു ആകാശക്കാഴ്ച കൂടി നമുക്ക് അതിനിടയ്ക്ക് ഇവിടെ കടന്നു പോകുന്നുണ്ട്. അത് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഒപ്പൽ മാൻഡ എന്ന് പറയുന്ന കാറാണ്, ഒപ്പൽ മാൻഡ. അടുത്തത് ബെൻസിൻ്റെ M201 എന്ന് പറയുന്ന വാഹനമാണ്. മിസ്തുബിഷി മിറാജ് എന്ന് പറയുന്ന വാഹനമുണ്ട്. പോർഷെ ബോക്സ്റ്റർ എന്ന് പറയുന്ന വാഹനമാണിത്. പോർഷെ ബോക്സ്റ്റർ എന്ന് പറയുന്ന വാഹനമാണ്. അടുത്തത് ലോട്ടസ് ഇലൻ M100 എന്ന് പറയുന്ന വാഹനമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്